വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡേ. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ബാലൻസ് ഡയറ്റ് എന്ന ഭാഗമാണ്. നമുക്കേ നമ്മുടെ പുസ്തകത്തിലേക്കൊന്ന് പോയാലോ. ബാലൻസ്ഡ് ഡയറ്റ് ആർ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ്സ് ദ സെയിം ഫോർ എവരിവൺ. ഈ പോഷകാഹാരത്തിൻ്റെ ആവശ്യകത അതെല്ലാവർക്കും ഒരുപോലെയാണോ? അല്ലെ പോഷണങ്ങളുടെ ആവശ്യകത എല്ലാവർക്കും ഒരുപോലെയാണോ? ഡു യു ആൻഡ് യുവർ ഗ്രാൻഡ് പേരൻസ് നീഡ് ദ സെയിം ടൈപ്പ് ഓർ ദ സെയിം എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ്? നിങ്ങൾക്കും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനും ലഭിക്കേണ്ടുന്ന ന്യൂട്രിയൻസിൻ്റെ ആവശ്യകത ഒരുപോലെയാണോ? അതിൻ്റെ അളവ് ഒരുപോലെയാണോ? ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസിൻ്റെ അളവ്, അതിൻ്റെ സ്വഭാവം എല്ലാം അവരുടെ ഏജും, പ്രായം, അതുപോലെ അവർ ആണാണോ പെണ്ണാണോ, ഇതൊരു ജെൻഡർ, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി സ്വഭാവം, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, ജീവിത രീതികൾ എന്നിവയെല്ലാം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. മനസ്സിലായില്ലേ? ആൻഡ് യു ഹാവ് ലിസ്റ്റഡ് ഫുഡ് കൺസ്യൂംഡ് ബൈ യു ഡ്യൂറിങ് ദ വീക്ക് ഇൻ ആക്ടിവിറ്റി 3.1. നിങ്ങൾ 3.1 ആക്ടിവിറ്റി ലിസ്റ്റ് നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ ലിസ്റ്റ് ആദ്യം തയ്യാറാക്കിയായിരുന്നല്ലോ. ചെക്ക് വെദർ യുവർ ഫുഡ് കണ്ടെയ്ൻസ് ഓൾ ദ ന്യൂട്രിയൻസ് ആൻഡ് അതർ എസെൻഷ്യൽ കമ്പോണൻസ് നെസസറി ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണേ. ഇഫ് നോട്ട്, ചെക്ക് വിത്ത് ന്യൂട്രിയൻസ് ഓർ അതർ കമ്പോണൻസ് നീഡ് ടു ബി ആഡഡ്. ഇനി ഇല്ല എങ്കിൽ എന്തെല്ലാമാണ് അവത്തിൽ ആഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കണം. ഇനി അടുത്തൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, അത് നിങ്ങൾ പഠിക്കണം. എ ഡയറ്റ് ദാറ്റ് ഹാസ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ്, roughage and water in right amount for proper growth and development of the body is known as balanced diet. അപ്പോൾ എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്? എ ഡയറ്റ് ദാറ്റ് ഹാസ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ്, എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസിനുള്ള ഡയറ്റ് ആയിരിക്കണം. അതിൻ്റെ അകത്ത് എന്തൊക്കെ വേണം? റഫേജ് ആൻഡ് വാട്ടർ, റഫേജും വേണം, വാട്ടറും വേണം. ഇൻ ദ റൈറ്റ് എമൗണ്ട് ഫോർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ബോഡി. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ഡെവലപ്മെൻറ്റും ആവശ്യമായിട്ടുള്ള ശരിയായ അളവിലുള്ള റഫേജും വേണം, വെള്ളവും വേണം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവയെ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ് പറയുന്നത്. റീഡ് ദ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ വായിക്കുക. ഫോർ എ പാക്കറ്റ് ഓഫ് പൊട്ടറ്റോ വേഫേഴ്സ് ആൻഡ് എ പാക്കറ്റ് ഓഫ് റോസ്റ്റഡ് ചന ഷോൺ ഹിയർ. ഇവിടെയാണ് റോസ്റ്റഡ് ചനായുണ്ട്, അതുപോലെ തന്നെ പൊട്ടറ്റോ വറുത്തതുമുണ്ട്. സോ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അത് പാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ന്യൂട്രീഷൻ ഇൻഫർമേഷൻ പെർ 100 ഗ്രാം, രണ്ടിൻ്റെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ പൊട്ടറ്റോ വേഫേഴ്സിൻ്റെ നോക്കാം. ന്യൂട്രീഷൻ ഇൻഫർമേഷൻ പെർ 100 ഗ്രാം. എനർജി ആണെങ്കിൽ 536 കിലോ കലോറിയാണ്. ഫാറ്റ് 35.0 ഗ്രാമാണ്. കാർബോഹൈഡ്രേറ്റ് 53.0 ഗ്രാം. പ്രോട്ടീൻ 7 ഗ്രാം. ഡയറ്ററി ഫൈബർ 4.8 ഗ്രാം. ഇതാണ് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ നമുക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുള്ളത്. എന്തിനെ സംബന്ധിച്ചാ? പൊട്ടറ്റോ ചിപ്സിനെ സംബന്ധിച്ച് കേട്ടോ. അടുത്തത് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ഗിവൺ ആസ് റോസ്റ്റഡ് ചന. റോസ്റ്റഡ് ചനയുടെയാണ് പറയാൻ പോകുന്നത്. എനർജി 355 കിലോ കലോറി ഉണ്ട്. അത് എന്തിനെ കഴിഞ്ഞും കുറവാണ്? പൊട്ടറ്റോ ചിപ്സിനെ കഴിഞ്ഞും കുറവായിട്ടുള്ള എനർജി കണ്ടൻറ്റാണ് ഉള്ളത്. മനസ്സിലായില്ലേ? ദെൻ ഫാറ്റ്സ് ആണെങ്കിലോ, അല്ലെ കൊഴുപ്പ് 6.26 ഉള്ളൂ. മറ്റേതിൽ എത്രയായിരുന്നു? 35 ആയിരുന്നു. അപ്പോൾ അതിലും ഫാറ്റിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പം നമുക്ക് ഫാറ്റിൻ്റെ അളവ് കുറവായതുകൊണ്ട് നമുക്ക് എന്താണ് കുഴപ്പം? നമുക്ക് പ്രത്യേകിച്ച് എനർജി ഗിവിങ് വാല്യൂ കുറവാണ്. അതേസമയത്ത് കാർബോഹൈഡ്രേറ്റ് ഒരു ശകലം കൂടുതലുണ്ട്, അല്പം മാത്രം അല്ലേ? കാർബോഹൈഡ്രേറ്റ് 58.58 ആണ്. അപ്പം പൊട്ടറ്റോ ചിപ്സിനെ കഴിഞ്ഞും അല്പം മാത്രം കാർബോഹൈഡ്രേറ്റ് വിത്ത് കൂടുതലുള്ളൂ. സോ ദെൻ കംസ് പ്രോട്ടീൻ ആണല്ലോ 18.64 ഗ്രാം ഉണ്ട്, വളരെ കൂടുതലുണ്ട്. ഇതിനേക്കാളും പൊട്ടറ്റോ ചിപ്സിനേക്കാളും. അപ്പോൾ പൊട്ടറ്റോ ചിപ്സിനേക്കാളും പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതൽ ഈ റോസ്റ്റഡ് ചനായിലാണ് ഉള്ളത്. ഡയറ്ററി ഫൈബർ ആണെങ്കിലോ അത് 4.8 ഗ്രാമേ ഉള്ളൂ ഈ പറയുന്ന പൊട്ടറ്റോ ചിപ്സിലെങ്കിൽ. ഡയറ്ററി ഫൈബർ ഈ ചണയിൽ ഇച്ചിരി കൂടുതലാണ്, 6.8 ഉണ്ട്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ഹൈ കലോറി എൻ്റെ അകത്തുണ്ട് അല്ലേ? ഹൈ കലോറി എവിടെയാണ് ഉള്ളത്? പൊട്ടറ്റോ ചിപ്സിലുണ്ട്. എന്നാൽ പ്രോട്ടീന് അതുപോലെ ഡയറ്ററി ഫൈബർ കൂടുതലുള്ളത്
റോസ്റ്റഡ് എണ്ണയിലാണ്. അപ്പം നമ്മൾ ഏതാ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് നോക്കാം. സം ഫുഡ്സ് ഹാവ് ഹൈ കലോറീസ് ഡ്യൂ ടു ഹൈ ഷുഗർ ആൻഡ് ഫാറ്റ് കണ്ടൻറ്റ്. ചിലതിന് ഹൈ ഷുഗർ കണ്ടൻറ്റും ഹൈ ഫാറ്റ് കണ്ടൻറ്റും ഒക്കെ കാരണം നല്ല കലോറി കിട്ടും കൂടുതലായിട്ട്. ദേ മേ ഹാവ് ഹൈ കലോറീസ്, കൂടുതൽ ഊർജ്ജം കാണും. Moreover, they contain very low amounts of protein, minerals, vitamins and dietary fibers. മറ്റ് കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ്? പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും ഡയറ്ററി ഫൈബേഴ്സൊക്കെ തീരെ കുറവായിരിക്കും. ദീസ് ഫുഡ്സ് ആർ കോൾഡ് ജങ്ക് ഫുഡ്. അപ്പോൾ ഇവിടുത്തെ ജങ്ക് ഫുഡ് ഏതാണ്? ഈ പൊട്ടറ്റോ ചിപ്സ് ആണ് ജങ്ക് ഫുഡ് കേട്ടോ. അതാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. ദീസ് ഫുഡ്സ് ഇൻക്ലൂഡ് പൊട്ടറ്റോ വേഫേഴ്സ്, കാൻഡി ബാർസ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതൊക്കെയാണ്. കൺസ്യൂമിങ് ദീസ് ഫുഡ് ഫ്രീക്വൻ്റ്ലി ഈസ് നോട്ട് ഗുഡ് ആസ് ദേ ആർ നോട്ട് ഹെൽത്തി ഫോർ അവർ ബോഡി. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. ഏതാണ്? ഈ ജങ്ക് ഫുഡ് കൂടുതൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. ദേ മേക്ക് എ പേഴ്സൺ ഒബെയ്സ്. അത് നമുക്ക് പൊണ്ണത്തടി ഉണ്ടാക്കും. ഒബെയ്സ് മീൻസ് പൊണ്ണത്തടി. സച്ച് എ പേഴ്സൺ മേ സഫർ ഫ്രം സെവറൽ ഹെൽത്തി പ്രോബ്ലംസ്. അങ്ങനെ സ്ഥിരമായിട്ട് ഇത്തരം ജങ്ക് ഫുഡ്സ് കഴിക്കുന്നവർക്ക് പല പ്രോബ്ലം ഉണ്ടാവും. യു ഷുഡ് ഓൾവേസ് റിമെമ്പർ ഡോക്ടർ പോഷിത സ്റ്റേറ്റ്മെൻറ്റ് ദറ്റ് ഹെൽത്ത് ഈസ് ദ അൾട്ടിമേറ്റ് വെൽത്ത്. അൾട്ടിമേറ്റ് വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ഈ പറയുന്ന ജങ്ക് ഫുഡ്സൊക്കെ പരമാവധി ഒഴിവാക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പൊണ്ണത്തടിയൊക്കെ പിടിച്ച് മറ്റസുഖങ്ങളൊക്കെ പിടിച്ച് നമ്മുടെ ആരോഗ്യം നശിക്കും. ഈറ്റിംഗ് എ ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് അവോയ്ഡിങ് ജങ്ക് ഫുഡ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് എ ഹെൽത്തി ബോഡി. അപ്പോൾ ജങ്ക് ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് നല്ല ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഹെൽത്തി ബോഡി ഉണ്ടാവും. ഗുഡ് ഹെൽത്ത് ഈസ് എസെൻഷ്യൽ ഫോർ ലീഡിങ് എ ഹാപ്പി ലൈഫ്. ഹാപ്പി ലൈഫ് നയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം വേണം. വിച്ച് ഓഫ് ദ ടു ഫുഡ്സ് യു സ്റ്റഡീഡ് ഇൻ ആക്ടിവിറ്റി 3.9 കുഡ് ബി ലേബിൾഡ് ആസ് ജങ്ക് ഫുഡ്സ്? നമുക്കിവിടെ ജങ്ക് ഫുഡായിട്ട് കരുതാവുന്നത് പൊട്ടറ്റോ ചിപ്സാണ് കേട്ടോ. അതിന് ഹൈ കലോറി ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് വേണ്ടിയ പ്രോട്ടീൻ്റെ അളവോ ഡയറ്ററി ഫൈബറോ ഒന്നും ഇല്ല, ഉണ്ടല്ലേ? അതുകൊണ്ട് പൊട്ടറ്റോ വേഫർ ഒരു ജങ്ക് ഫുഡാണ് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസ്, പാക്ക് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ആഹാര വസ്തുക്കളിലെ ഹാവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ന്യൂട്രിയൻസ് ഓൺ ദെയർ കവർ. അതിൻ്റെ കവറിൽ അതിലുള്ള ആ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിൻ്റെ വിവരങ്ങളുണ്ട്. ദ ഇൻഫർമേഷൻ ഷുഡ് ലിസ്റ്റ് ദ എമൗണ്ട് ഓഫ് ഈച്ച് ന്യൂട്രിയൻറ്റ്. ആ ഇൻഫർമേഷൻ അതിൻ്റെ ഓരോ ന്യൂട്രിയൻറ്റിനെ പറ്റിയുള്ളതാണ്. സംടൈംസ് മോർ ന്യൂട്രിയൻസ് ആർ ആഡഡ് ടു ദ ഫുഡ് ഡ്യൂറിങ് പ്രോസസ്സിങ്. ചില സമയത്ത് ഫുഡ് പ്രോസസ്സ് ചെയ്യുമ്പോൾ കൂടുതൽ ന്യൂട്രിയൻ്റ് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇറ്റ് ഈസ് കോൾഡ് ഫോർട്ടിഫിക്കേഷൻ. അതിൻ്റെ പേരാണ് ഫോർട്ടിഫിക്കേഷൻ. ടു ഇംപ്രൂവ് ഇറ്റ്സ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. അതെന്തിനാണ് ചെയ്യുന്നത്? അവരുടെ ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അയോഡൈസ്ഡ് സോൾട്ട് ആൻഡ് സം ബേബി ഫുഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫോർട്ടിഫൈഡ് ഫുഡ്സ്. അങ്ങനെ ഫോർട്ടിഫൈഡ് ഫുഡ്സിന് ഉദാഹരണമാണ് അയോഡൈസ്ഡ് സോൾട്ട്. കാരണം അതിൽ അയഡിൻ ചേർത്തിട്ടുണ്ട്. ആ സോൾട്ട് കോമൺ സോൾട്ട് അയഡിൻ ചേർക്കുന്നു, അങ്ങനെ ഫോർട്ടിഫൈ ചെയ്യുന്നു. ആൻഡ് സം ബേബി ഫുഡ്സ് ആർ എക്സാമ്പിൾ. ചില ബേബി ഫുഡ്സിന് ഇതുപോലെ ഫോർട്ടിഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ന്യൂട്രീഷണൽ ആയിരിക്കുന്ന വസ്തുക്കൾ ചേർക്കാറുണ്ട്. ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI ഈസ് എ ഗവൺമെൻറ് ഏജൻസി ദറ്റ് റെഗുലേറ്റ്സ് ദ ഫുഡ് ക്വാളിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫുഡ് ക്വാളിറ്റി നിയന്ത്രിക്കാനുള്ള ഒരു ഗവൺമെൻറ് ഏജൻസിയാണ് FSSAI. അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. എന്താണ് FSSAI എന്ന്? എന്താണ് ഫോർട്ടിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കാം. മോർ ന്യൂട്രിയൻസ് ആഡ് ടു ദ ഫുഡ് ഡ്യൂറിങ് പ്രോസസ്സിങ് ടു ഇംപ്രൂവ് ഇറ്റ്സ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. ഐഡീസ് സോൾട്ട് ആൻഡ് സം ബേബി ഫുഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫോർട്ടിഫൈഡ് ഫുഡ്സ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ അടുത്തത് മില്ലറ്റ്സ്, ചെറുധാന്യങ്ങളായി മില്ലറ്റ്സ്. ന്യൂട്രീഷൻ റിച്ച് സീരിയൽസ് ആണ് ഈ ചെറുധാന്യങ്ങളല്ല, ഈ മില്ലറ്റ്സൊക്കെ. യു മേ ഹാവ് ഹേർഡ് ഓഫ് ജോവർ, ബജ്ര, റാഗി ആൻഡ് സാൻവ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ജോവർ എന്ന് പറയുന്ന സംഭവം അറിയാം. ജോവർ മീൻസ് മണിച്ചോളമാണ്. നമുക്കിവിടെ മണിച്ചോളം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അല്ലെ സ്വർഗം വൾഗേർ എന്ന് പറയും സയൻറ്റിഫിക് നെയിം. പിന്നെ ബജ്രയുണ്ട്. ബജ്രത്തിന് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് കമ്പം എന്നാണ് പറയുന്നത്. കമ്പം എന്നൊക്കെ പറയും. കമ്പെന്ന് പറഞ്ഞാൽ ബജ്രയാണ്. അതിനെ പേൾ മില്ലറ്റ് എന്നും പറയാറുണ്ട്. പേൾ മില്ലറ്റ് നമ്മൾ പറയുന്നത് കമ്പെന്നാണ്. പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലൊക്കെ കമ്പെന്നാണ് അറിയപ്പെടുന്നത്. റാഗിയുണ്ട്. റാഗി അതൊരു സൂപ്പർ സീരിയലാണ്, നല്ല സീരിയലാണ് റാഗി. നമ്മളതിനെ പഞ്ഞപ്പുല്ലെന്നും മുത്താറെന്നും പറയും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളത് വാങ്ങിച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ ചെറുപ്പത്തിൽ ഈ റാഗി അല്ലെ പഞ്ഞപ്പുല്ല് മേടിച്ച് നല്ല
പൊടിച്ച് നല്ല വൃത്തിയായിട്ടൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുക. നിങ്ങളതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. സാൻവ എന്ന് പറയുന്നത് ചാമ എന്ന് പറയുന്നതാണ്. ഇതൊക്കെ വളരെ നല്ല ഫുഡാണ് കേട്ടോ. ചെറിയ ധാന്യങ്ങളാണ്, ചെറുധാന്യങ്ങളാണ്. ദീസ് ആർ നേറ്റീവ് ക്രോപ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നേറ്റീവ് ക്രോപ്സാണ് ഇവയൊക്കെ. ദിസ് ക്യാൻ ബി ഈസിലി കൾട്ടിവേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻ. വ്യത്യസ്തമായ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ വളർത്താവുന്നവയാണ് ഇവയൊക്കെ. ദീസ് ഹൈലി ന്യൂട്രീഷ്യസ് ഗ്രെയിൻസ് ആർ കോൾഡ് മില്ലറ്റ്സ്. ഇതിനെ മില്ലറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മളതിനെ ചെറുധാന്യങ്ങളെന്ന് പറയുന്നു. ഹാവ് യു എവർ ഹാഡ് ഫുഡ് ഐറ്റംസ് മെയ്ഡ് ഫ്രം ദീസ് മില്ലറ്റ്സ്? നിങ്ങൾക്ക് ഈ മില്ലറ്റ്സിൽ നിന്ന് ഫുഡ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? മിക്കവാറും ഉണ്ടാകും. കാരണം നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന റാഗി അല്ലെങ്കിൽ മുത്താറി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് പൊടിച്ച് കുറുക്കി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് കിട്ടിയിരിക്കണം. മില്ലറ്റ്സ് ആർ സ്മോൾ സൈസ്ഡ് ഗ്രെയിൻസ്. ചെറിയ ഗ്രെയിൻസാണ്. ആൻഡ് ഹാവ് ബീൻ ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ ഡയറ്റ് ഫോർ സെഞ്ചുറീസ്. നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ ഡയറ്റിൻ്റെ ഭാഗമാണ് ഈ ചെറുധാന്യങ്ങൾ. ദേ ഹാവ് റീഗെയിൻഡ് പോപ്പുലാരിറ്റി ഡ്യൂ ടു ദ ന്യൂട്രീഷ്യസ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. അവിടെ ഹെൽത്ത് ബെനിഫിറ്റ് കാരണം, ന്യൂട്രീഷ്യസ് ഹെൽത്ത് ബെനിഫിറ്റ് കാരണം ഇത് വളരെ വളരെ പോപ്പുലാരിറ്റി നേടിയതാണ്. ദേ ആർ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻസ്, മിനറൽസ് ലൈക്ക് അയേൺ ആൻഡ് കാൽസ്യം. അപ്പോൾ ഒന്ന് ഓർത്തോണം കേട്ടോ. ദേ ആർ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻസ്. വിറ്റാമിൻ കൂടുതലുണ്ട്, മിനറൽസ് കൂടുതലുണ്ട്, അയൺ ആൻഡ് കാൽസ്യം ഇവയെല്ലാം കൂടുതലുണ്ട് മില്ലറ്റ്സ്. അപ്പോൾ മില്ലറ്റ്സിൻ്റെ പ്രത്യേകത, ദേ ആർ ഗുഡ് സോഴ്സസ് ഓഫ് വൈറ്റമിൻസ്, മിനറൽസ്, അയൺ ലൈക്ക് അയൺ ആൻഡ് കാൽസ്യം. അയണോ അല്ല കാൽസ്യം പോലുള്ള മിനറൽസ് ഉണ്ട്, പിന്നെ വൈറ്റമിൻസ് ഉണ്ട് കേട്ടോ. ദ ഡയറ്ററി ഫൈബേഴ്സ് ആസ് വെൽ. അതുകൂടാതെ ഡയറ്ററി ഫൈബേഴ്സും ആവശ്യത്തിനോളം ഉണ്ട്. ദിസ് ഈസ് എ റീസൺ or that is the reason they are called ന്യൂട്രി സീരിയൽസ്. അതുകൊണ്ടാണ് ഇവയെ ന്യൂട്രി സീരിയൽസ് എന്ന് പറയുന്നത്. ന്യൂട്രീഷ്യസ് ആയിരിക്കുന്ന സീരിയൽസ് ആണെന്നാണ് പറയുന്നത്. സോ ദേ ആർ കോൾഡ് ന്യൂട്രി സീരിയൽസ്. ദേ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു ദി ബാലൻസ്ഡ് ഡയറ്റ്. അവ ബാലൻസ്ഡ് ഡയറ്റിന് കോൺട്രിബ്യൂട്ട്, അതായത് അവ ബാലൻസ്ഡ് ഡയറ്റാണ് ശരിക്കും. റിക്വയർഡ് ഫോർ ദി നോർമൽ ഫങ്ഷനിങ് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ ശരീരത്തിൻ്റെ നോർമലായിരിക്കുന്ന സാധാരണയായിരിക്കുന്ന പ്രവർത്തനത്തിന് അഭികാമ്യമാണ് ഈ ചെറുധാന്യങ്ങൾ കേട്ടോ. അതേതൊക്കെയാണ് ഓർത്തിരിക്കാം: ജോവർ, മണിച്ചോളം, ബാജ്ര, കമ്പ്, റാഗി, പഞ്ഞപ്പുല്ല് അല്ലെ മുത്താറി, സാൻവ, ചാമ. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. ഇതാ പറഞ്ഞ് നമ്മൾ അടുത്ത പേജിലെത്തി കേട്ടോ. ഫുഡ് മൈൽസ് ഫ്രം ഫാം ടു അവർ പ്ലേറ്റ്. ഫുഡ് മൈൽസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണിത്? ഫ്രം ഫാം ടു അവർ പ്ലേറ്റ്. ഫാമിൽ നിന്നും നമ്മുടെ പ്ലേറ്റിലേക്ക് ഫുഡ് വന്നെത്തുന്ന പ്രോസസ്സിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൗ ഡസ് ദ ഫുഡ് റീച്ച് ഫ്രം ഫാം ടു അവർ പ്ലേറ്റ്? എങ്ങനെയാണ് ഫാമിൽ നിന്ന് ഈ ഫുഡ് നമ്മുടെ പ്ലേറ്റിലെത്തുന്നത്? വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്? ഈ പ്രോസസ്സിൽ ഏതൊക്കെ കാര്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്? ഹൂ ആർ ദ പീപ്പിൾ ഹൂ ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്? ഈ പ്രോസസ്സിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഡു യു നോ ഹൗ മച്ച് ടൈം ആൻഡ് എഫേർട്ട് ഇസ് റിക്വയർഡ് to get the wheat flour once seed grains germinate in the farm? ഒരിക്കൽ സീഡ് ഗ്രെയിൻസ് ആയിട്ട് വന്ന് ഇപ്പോൾ ഫ്ലോറായിട്ട് നമ്മുടെ പാത്രത്തിലെത്താൻ എത്രമാത്രം സമയമെടുത്തു? Let us look at 3:10 to understand the entire process of making chapati, that wheat. നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി ഈ രീതിയിൽ നമ്മുടെ മുന്നിലെത്താൻ എന്തുമാത്രം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ പടത്തിൽ നമുക്ക് ഒരു ചാർട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കി പഠിക്കാം കേട്ടോ. The entire distance travelled by the bag of wheat or any other food item, അതിവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രം ദ പ്രൊഡ്യൂസർ ടു ദ കൺസ്യൂമർ, പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് വരുന്നതാണിത്. ഈസ് നോൺ ആസ് ഫുഡ് മൈൽസ്. അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഫുഡ് മൈൽസ് എന്നാണ്. വാട്ട് ഈസ് ഫുഡ് മൈൽ? ഫുഡ് മൈൽ എന്ന് പറയുന്നത് ദ entire distance travelled by a bag of wheat or any other food item from the producer to the consumer is known as food miles. ഒരു ബാഗ് വീറ്റ് അല്ലെ ഗോതമ്പ് അല്ലെ എനി അതർ സബ്സ്റ്റൻസ്, അത് പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലെത്താൻ എത്രമാത്രം ദൂരം അവർക്ക് സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്, എന്തുമാത്രം ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടി വരുന്നുണ്ട്, അത് ഈ പടത്തിലുണ്ട്. നമുക്ക് ആ പടവും കൂടി ഒന്ന് നോക്കാം, ആ ചാർട്ട് ഒന്ന് നോക്കാം. ഫ്രം ഫാം ടു പ്ലേറ്റ്. അപ്പം നമുക്ക് ഫുഡ് മൈൽ എന്താണെന്ന് മനസ്സിലാവും. ഫാർമർ കണ്ടോ, ഗ്രോവിങ് വീറ്റ്. പാടത്ത് അല്ലെ വയലിൽ ഗോതമ്പ് വിളയിക്കുന്ന കർഷകൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അയാൾ വിത്ത് വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. അയാൾ കണ്ട തൻ്റെ കൈക്കുപ്പിളിൽ ഗോതമ്പ് മണികളെടുത്തിട്ട് പാടത്ത് വിതയ്ക്കാനായിട്ട് പോവുകയാണ്. സോ
That is the picture, the starting picture, where he puts these seed grains into the soil. മണ്ണിലേക്ക് അയാൾ വിത്തിടുന്നു. ആ വിത്ത് മണ്ണിൽ കിളിർത്തു വരും. കിളിർത്തു വന്നു കഴിഞ്ഞാലോ കർഷകൻ അതിന് വെള്ളവും വളവും കൊടുക്കും. അയാൾ അധ്വാനിച്ചതിനെ വളർത്തിയെടുക്കും അല്ലേ? അതിനുശേഷമോ വെള്ളമൊക്കെ വന്നു കഴിയുമ്പം അത് നെല്ല് ഗോതമ്പ് വയലിൽ അത് പൂത്ത് അതിൽ വിത്തുകളുണ്ടായി. അത് മൂത്ത് കഴിയുമ്പോൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്യും, വിളവെടുക്കും. അതിന് ഹാർവെസ്റ്റർ ഉപയോഗിക്കുന്നു, കൊയ്തെടുക്കുന്നു, പല രീതിയിൽ. അതിനുശേഷം ഇത് തൃഷിയും മെതിക്കും. പിന്നീട് അതിനെ കാറ്റത്ത് വിന്നോയിങ്ങിലൂടെ അതിൻ്റെ നെല്ലും പതിരും അല്ലെ ഗോതമ്പും പതിരും മാറ്റിയെടുത്ത് അഴുക്ക് വസ്തുക്കളെല്ലാം മാറ്റി മാലിന്യങ്ങളൊക്കെ നീക്കി ചാക്കിലാക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഓരോ വേറെ വേറെ ആൾക്കാരാണ്. കർഷകനല്ല പിന്നെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ചാക്കിലാക്കിയത് ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് വലിയ മില്ലുകളിൽ പൊടിച്ച് പാക്കറ്റാക്കി അവിടുന്ന് പൊടിച്ച് പൊടിയാക്കി നമ്മുടെ ചെറിയ വിതരണ കേന്ദ്രങ്ങളിലേക്ക് കടകളിലേക്കൊക്കെ എത്തിക്കുന്നത് വേറെ ആൾക്കാരാണ്. അങ്ങനെ പല കൈമറിഞ്ഞ് നമ്മുടെ കടകളിലെത്തുന്നു. കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവന്ന് ചപ്പാത്തിയാക്കി അമ്മമാർ നമ്മുടെ മേശപ്പുറത്ത് നമ്മുടെ അടുക്ക കൊണ്ടുവന്ന് ഫുഡ് പ്ലേറ്റിൽ വെച്ച് നമുക്ക് മുന്നിൽ തരും. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്താണ് ഇവ നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ നമ്മളെന്താ അറിയേണ്ടത്? റെഡ്യൂസിങ് ഫുഡ് മൈൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഫുഡ് മൈൽസൊക്കെ കുറയ്ക്കേണ്ടതേ ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇറ്റ് ഹെൽപ്സ് ടു കട്ട് ഡൗൺ ദ കോസ്റ്റ്. അത് ആഹാര സാധനങ്ങളുടെ വില കുറയ്ക്കാൻ സഹായിക്കും. അതല്ലേ? അത് തന്നെയാണോ? അത് മാത്രമാണോ? ഇറ്റ് ഹെൽപ്സ് ടു സപ്പോർട്ട് ലോക്കൽ ഫാർമേഴ്സ്. അത് പ്രാദേശിക ഫാർമേഴ്സിനെ സഹായിക്കുന്നു. ആൻഡ് ഓൾസോ കീപ്സ് അവർ ഫുഡ് ഫ്രഷർ ആൻഡ് ഹെൽത്തിയർ. അത് നമ്മളുടെ ആഹാരപദാർത്ഥത്തെ ഫ്രഷാക്കി സൂക്ഷിക്കും, ആരോഗ്യദായകമായിട്ട് സൂക്ഷിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോക്കലി കിട്ടുന്ന ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് ലോക്കൽ ഫാർമർമാർക്ക് സഹായകമാണ്. ഈ ഫുഡ് മൈൽസ് ഒരുപാട് താണ്ടേണ്ടി വരുന്നില്ല. അപ്പം നമ്മൾ കൂടുതൽ ആരോഗ്യം ലഭിക്കാൻ വേണ്ടി നമ്മുടെ പ്രാദേശികമായി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നേരിട്ട് വാങ്ങിച്ചാൽ വളരെ നല്ലതാണ്. ഇതാ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നു കേട്ടോ. മെനി പീപ്പിൾ വേസ്റ്റ് ഫുഡ്. ഒരുപാട് ആൾക്കാർ വെറുതെ ഫുഡ് നശിപ്പിച്ച് കളയുന്നുണ്ട്, വെറുതെ വേസ്റ്റാക്കി കളയുന്നുണ്ട്. ലിവിങ് ഇറ്റ് അൺകൺസ്യൂംഡ് ഓൺ ദെയർ പ്ലേറ്റിലാണെങ്കിൽ ഉപയോഗിക്കപ്പെടാതെ വെറുതെ കളയുന്നുണ്ട്. വൺ മസ്റ്റ് റിമെമ്പർ ദ ടൈം ആൻഡ് എഫർട്ട് പുട്ട് ബൈ അവർ ഫാർമേഴ്സ്. നമ്മുടെ കർഷകർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത് നിങ്ങൾ അറിയണം. ആൻഡ് അതർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇൻ ഗെറ്റിംഗ് ദ ഫുഡ് ഫ്രം ദ ഫാം ടു അവർ പ്ലേറ്റ്. മറ്റ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, നമ്മുടെ സമൂഹത്തിലെ മറ്റാൾക്കാർ എന്തെല്ലാം രീതികളിലാണ് ഇപ്പം നമ്മുടെ പാത്രത്തിലെത്തിക്കാൻ സഹായിക്കുന്നത്, നമ്മുടെ മുന്നിലെത്തിക്കാൻ സഹായിക്കുന്നത്. വി മസ്റ്റ് ടേക്ക് ഒൺലി ആസ് മച്ച് ഫുഡ് ആസ് വി ക്യാൻ കൺസ്യൂം. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആഹാരം നമ്മൾ എടുത്താൽ പോരെ. ഇറ്റ് വുഡ് റെഡ്യൂസ് ഫുഡ് വേസ്റ്റേജ്. അത് ഫുഡ് വേസ്റ്റിനെ കുറയ്ക്കും. ദേ ട്രൈ ടു ഫൈൻഡ് ദ ടൈം ലൈൻ ഫോർ വേരിയസ് പ്രോസസ്. ഓരോന്നിനും വേണ്ടി ടൈം ലൈനിനെ നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കി. ഇൻവോൾവിങ് ഗെറ്റിംഗ് ദ ഫുഡ് ഫ്രം ഫാം ടു പ്ലേറ്റ്. ഫാമിൽ നിന്ന് ഈ പ്ലേറ്റിലെത്താൻ വേണ്ടി ഫുഡ് ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ഈറ്റ് ഹെൽത്തി, ഷെയർ ആൻഡ് റെസ്പെക്ട് ഫുഡ്, സപ്പോർട്ട് ലോക്കൽ പ്രൊഡ്യൂസേഴ്സ്. എന്താണിത്? ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം. ഈറ്റ് ഹെൽത്തി. ഷെയർ, കിട്ടുന്ന ഭക്ഷണം ഷെയർ ചെയ്യാൻ നോക്കണം. റെസ്പെക്ട് ഫുഡ്, ആഹാരത്തോട് ബഹുമാനം വേണം. സപ്പോർട്ട് ലോക്കൽ പ്രൊഡ്യൂസേഴ്സ്, പ്രാദേശിക പ്രൊഡ്യൂസേഴ്സിനെ കർഷകരെ നമ്മൾ സഹായിക്കണം. പിന്നെയോ അടുത്ത കീവേഡ്സാണ് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് കീവേഡ്സ്? കാർബോഹൈഡ്രേറ്റ്, അത് നമ്മൾ പഠിച്ച കാർബോഹൈഡ്രേറ്റ്സ് ആർ എനർജി ഗിവിങ് ഫുഡ് കമ്പോണൻസ്. കാർബോഹൈഡ്രേറ്റ്സ് ആർ എനർജി ഗിവിങ് ഫുഡ് കമ്പോണൻസ്. ദെൻ culinary practices. What is meant by culinary practices? പാചക രീതികൾ. നമ്മൾ പഠിച്ചായിരുന്നല്ലോ പാചക രീതികളിൽ ചൂളയിൽ നിന്നും നമ്മൾ സ്റ്റവിലേക്ക് കടന്നു വന്നു, മോഡേൺ ഗ്യാസ് സ്റ്റവിലേക്ക് വന്നു. ഡെഫിഷ്യൻസി ഡിസീസസ് വിച്ച് ആർ കോസ്ഡ് ബൈ ദി ഡെഫിഷ്യൻസി ഓഫ് മിനറൽസ് ഓർ ദീസ് വൈറ്റമിൻസ്. ദെൻ ഫാറ്റ്സ് ആർ എനർജി ഗിവിംഗ് സബ്സ്റ്റൻസസ്. ഫുഡ് കമ്പോണൻസ്: carbohydrate, fats, proteins, vitamins, minerals, water and fats are the food components. Then food miles, the entire distance traveled by any food item from the producer to the consumer is known as food miles. മനസ്സിലായോ? അടുത്തത് iodized salt. Iodized salt is a common salt mixed with the minerals of iodine is called iodized salt. Millets.
small cereals are called millets, such as jowar, bajra, ragi, and sanva. Then comes minerals. Minerals are substances that are needed in small amount, such as iron, calcium, copper, sodium, etc. These are called minerals. Then comes nutrients. What is nutrients? Food components that provide energy, support growth, help repair and protect our body from diseases, and maintain various bodily functions are called nutrients. Then comes proteins. Proteins are the bodybuilding foods. They come from plants or animals. Animal sources of protein are milk, paneer, egg, fish, meat, etc. Plant sources of protein are pulses, beans, peas, and nuts. അടുത്ത റിക്കറ്റ്സ് ആണ്. Rickets is a deficiency disease caused by the deficiency of vitamin D. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ്. മലയാളത്തിൽ കണ എന്നാ പറയുന്നത്. റഫേജസ്. റഫേജസ് എന്താണ്? റഫേജസ് ആർ ദ ഡയറ്ററി ഫൈബേഴ്സ്. ഡയറ്ററി ഫൈബേഴ്സിനാണ് റഫേജ് എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു എസെൻഷ്യൽ ന്യൂട്രിയൻസ് അവർ ബോഡി നീഡ്സ് ഡയറ്ററി ഫൈബേഴ്സ് and these dietary fibers are called roughages. Scurvy is a disease caused by the deficiency of vitamin C. വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഒരസുഖമാണ് സ്കർവി. ലക്ഷണങ്ങൾ മോണവീർപ്പും മോണയിൽ നിന്ന് ബ്ലീഡിങ്ങുമാണ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ കോൾഡ് പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ്. വൈറ്റമിൻസ് ആർ പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.